പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ധ്യാനിക്കുവാൻ ക്ഷണിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ നാം ഇങ്ങനെ കാണുകയാണ്: എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മോശയോട് കർത്താവ് കൽപ്പിക്കുന്ന വചനഭാഗമാണ്. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. സർവശക്തനായ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നാം പലപ്പോഴും നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം പലതും പ്രവർത്തിക്കുകയും പലതും വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഇഷ്ടവും കൂടി അതിനോടൊപ്പം രമ്യപ്പെട്ടാലേ അത് സാധ്യമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. നാം ഇങ്ങനെ വായിച്ചു കേൾക്കുകയാണ്: സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. എങ്ങനെയുള്ള തിരഞ്ഞെടുപ്പാണ്? തൻ്റെ മുമ്പിൽ സ്നേഹത്തിൽ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തുവേശുവിൽ അത് നമ്മെക്കുറിച്ചുള്ളതായ ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മുടെ ആഗ്രഹപ്രകാരമോ അല്ല എന്ന് നാം തിരിച്ചറിയണം. നാം ലോകസ്ഥാപനത്തിനു മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പക്ഷേ ശ്ലീഹ പറയുകയാണ്, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നത്. ഒരു കാലഘട്ടത്തിൽ നാം ഈ ലോകത്തിൻ്റെ ഗതിയിൽ, ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് അതിനെ പിന്തുടർന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ ഒരു ദുഷ്ടാരൂപിയെക്കുറിച്ച് പറയുകയാണ്. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി, ദൈവകൽപ്പനകൾ അനുസരിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത ജനത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ടാരൂപി, അവനെക്കുറിച്ച് പറയുന്നതാണ്. അവൻ അന്തരീക്ഷ ശക്തികളുടെ അധിപനാണ്. അവനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്.
അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചും നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട്, ജഡത്തിൻ്റെ അഭിലാഷം, മനസ്സിൻ്റെ അഭിലാഷം, ലൗകിക ലോകത്തെ നശ്വരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ച് ജഡീക മനുഷ്യനായി, ഈ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് ജഡീക മനുഷ്യരായി, മനസ്സിൻ്റെ ഇഷ്ടം മാത്രം അനുസരിച്ചുകൊണ്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ജഡമോഹങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന മറ്റുള്ള മനുഷ്യരെ പോലെ ക്രോധത്തിന് അടിമകളാക്കപ്പെട്ട മക്കളായിരുന്നു നാം ഓരോരുത്തരും. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ നാം ദർശിക്കുവാൻ പോകുന്നത്. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കരുണാസമ്പൂർണനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടി ഇരുത്തുകയും ചെയ്തു. നമ്മെ യേശു കർത്താവിനോട് കൂടെ ഉയർപ്പിച്ചു. പാപത്തിൽ മരിച്ചവരായിരുന്നു നാം. നമ്മെ അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. ഉയർപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അവനോടൊപ്പം സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നാം ഈ ലോകത്ത് ജീവിച്ചു ഇരിക്കുന്നു ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് കർത്താവ് യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ആണ് എന്ന് നാം തിരിച്ചറിയണം. അവനോട് കൂടെ ഉയർപ്പിച്ച സ്വർഗത്തിൽ അവനോടുകൂടെ നമ്മെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ, യേശു ക്രിസ്തു വഴിയായി നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരുവാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വരുവാനിരിക്കുന്ന കാലങ്ങളിൽ താൻ പ്രകടിപ്പിക്കുവാൻ പോകുന്ന തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വീണ്ടും പറയുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നിങ്ങൾ നേടിയെടുത്തതല്ല ഈ രക്ഷ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല. ആരും അതിൽ അഹങ്കരിക്കാൻ ഒരു ഇടയും വരാതെ ദൈവം തൻ്റെ കൃപയാൽ മാത്രമാണ് നമ്മെ രക്ഷിച്ച് അവൻ്റെ പുത്രൻ്റെ കൂടെ സ്വർഗത്തിൽ അവനോടൊപ്പമായിരിക്കാൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നാം മുന്നമേ കണ്ട വചനത്തിൻ്റെ ആഴമേറിയ മർമ്മം മറഞ്ഞിരിക്കുന്നത്. തനിക്ക് കരുണ തോന്നുന്നവരോട് താൻ കരുണ കാണിക്കുന്നു, തനിക്ക് ദയ തോന്നുന്നവരോട് താൻ ദയ കാണിക്കുന്നു. വീണ്ടും നാം അവിടെ 10-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ സത്യം നാം തിരിച്ചറിയണം. നാം ദൈവത്തിൻ്റെ കരവേലയാണ്.
നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി, ദൈവം മുൻകൂട്ടി നമുക്ക് ചെയ്യുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. അതുകൊണ്ട് നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാൻ അവൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച് അവനെ മഹത്വപ്പെടുത്തുവാനും അവൻ മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾ എന്നിലൂടെ പൂർത്തിയാക്കുവാനും വേണ്ടി ആക്കി വച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആ വിളിയെ, എത്രമാത്രം ശ്രേഷ്ഠമാണ് ആ വിളി എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ജീവിക്കേണ്ടവരാണ്. നാം മുന്നമേ വായിച്ചു കേട്ട വേദവാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, റോമർ 9:9 വാഗ്ദാനം ഇതാണ്, ഒരു നിശ്ചയ സമയത്ത് ഞാൻ വരും, അന്ന് സാറായ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. മാത്രമല്ല, നമ്മുടെ പൂർവ്വപിതാവായ ഇസ്ഹാക്ക് എന്ന ഒരേ ആളിൽ നിന്ന് റെബേക്കായും കുട്ടികളെ ഗർഭം ധരിച്ചു. എന്നാൽ അവർ ജനിക്കുകയോ നന്മയോ തിന്മയോ ആയി എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് ഇപ്രകാരം അറിയിപ്പുണ്ടായി, ജ്യേഷ്ഠൻ അനുജൻ്റെ സേവകനായിരിക്കും. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ തീരുമാനം, തിരഞ്ഞെടുപ്പ് നാം കാണുകയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രവൃത്തികൾ മൂലമല്ല, അവിടുത്തെ വിളി മൂലം തുടർന്നു പോകേണ്ടതിനാണ് ഇത് സംഭവിച്ചത്. ഒരാളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ടോ മിടുക്കുകൊണ്ടോ ആകാതിരിപ്പാൻ ദൈവം അങ്ങനെ ക്രമീകരിച്ചു. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്തു പറയണം? ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടെന്നോ? ഒരിക്കലുമല്ല. വീണ്ടുമാണ് നാം മുന്നമേ വായിച്ചു കേട്ട ആ വേദവാക്യം വരുന്നത്, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇവിടെ ദൈവം മാത്രം, ദൈവത്തിൻ്റെ ഹിതം മാത്രമാണ് യഥാർത്ഥത്തിൽ നിറവേറ്റപ്പെടുന്നത്. ഒരു മനുഷ്യനും അവൻ്റെ മുമ്പിൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി ദൈവം സർവ്വതും മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നതായ ഭാഗ്യമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്, നമ്മോട് കരുണ കാണിച്ചു എന്നുള്ളതാണ്, നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നന്മയോ തിന്മയോ പ്രവർത്തിക്കുന്നതിന് മുമ്പ് യെശയ്യാവിനെ ഉപേക്ഷിച്ചിട്ട് യാക്കോബിനെ തിരഞ്ഞെടുത്ത ദൈവം ഇവിടെ നമ്മളോട് കാണിക്കുന്ന കരുണ, സ്നേഹം, ദയ നാം തിരിച്ചറിയണം. ഇസ്രായേൽ ഗോത്രത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം, ഇതാ പുതിയ നിയമസഭയാകുന്ന പുതിയ ഇസ്രായേൽ ജനം, അവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് കാണിക്കുന്ന ദയ നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം എന്താഗ്രഹിക്കുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ, അത് ദൈവ നിശ്ചയപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് യേശു ക്രിസ്തു അത് വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വചനം നാം വായിക്കുന്നത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല, അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും.
ദൈവത്തിൻ്റെ പദ്ധതി നാം തിരിച്ചറിയണം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരണമെങ്കിൽ പിതാവാം ദൈവം ആകർഷിക്കണം. അവിടെയാണ് നാം മുന്നമേ കണ്ട വചനം, എനിക്ക് കരുണ തോന്നുന്നവരോട് എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കും, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരു മനുഷ്യന് പോലും കർത്താവിൻ്റെ മുമ്പിൽ, യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. യേശു കർത്താവ് അതേ അധ്യായത്തിൽ 65-ാമത്തെ വചനത്തിലൂടെ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുകയാണ്, പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. വീണ്ടും കർത്താവ് പറയുന്നതാണ്, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മളൊക്കെയും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ടാണ് നാം ഇപ്പോഴും ഓരോന്ന് ചെയ്യുന്നതെന്ന്. നാം പ്രാർത്ഥിക്കുന്നത്, നാം സ്തുതിക്കുന്നത്, നാം നന്മ ചെയ്യുന്നത്, കരുണ ചെയ്യുന്നത്, കൽപ്പനകൾ പാലിക്കുന്നതൊക്കെയും നമ്മുടെ സ്വന്തം മിടുക്കുകൊണ്ടാണെന്നൊക്കെയും നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം ഒന്ന് തിരിച്ചറിയണം, സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ, കരുണ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്കൊരു നന്മയും ചെയ്യാൻ സാധിക്കുകയില്ല. പിതാവിൽ ആകർഷിക്കപ്പെടാതെ ഒരു മനുഷ്യനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. അത് ദയയാണ്, കരുണയാണ്, കൃപയാണ്. കർത്താവ് യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ കൽപ്പിക്കുന്നു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. മുന്നമേ നാം കണ്ടു, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും യേശുവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയാണ്, പുത്രൻ തമ്പുരാൻ പറയുകയാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന്. അപ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നമുക്കൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, പിതാവൻ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെങ്കിൽ, പിതാവിൻ്റെ മുമ്പിൽ എൻ്റെ അപ്പ എന്ന് ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കണമെങ്കിൽ യേശു കർത്താവിൻ്റെ സഹായം വേണം. റോമർക്ക് എഴുതിയ ലേഖനത്തെ 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ നാം മുന്നമേ കണ്ടതാണ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നത്. പിതാവാൻ ദൈവത്തെ അപ്പ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണെന്ന് നാം തിരിച്ചറിയണം. യേശു കർത്താവ് നമുക്ക് നൽകുമെന്ന് പറഞ്ഞ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂടാതെ ഇവിടെ പിതാവാം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം നൽകുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്. ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ പിതാവാം ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പോലും നമുക്ക് യോഗ്യതയില്ല എന്ന് നാം തിരിച്ചറിയണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്, നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ
ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. യേശു ക്രിസ്തു വഴി നീതീകരണം പ്രാപിച്ച് അവനിലുള്ള വിശ്വാസത്തിൽ മാമോദീസ മുങ്ങി ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ ആത്മാവിനെ, തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ആത്മാവ് നമ്മളിലുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പിതാവിനെ അപ്പ എന്ന് വിളിക്കുവാനും പിതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നത്. വേണ്ടുവിധം പ്രാർത്ഥിക്കുവാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം ഇങ്ങനെ പറയുകയാണ്: ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ല. യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു കർത്താവാണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ലെന്ന് നാം തിരിച്ചറിയണം. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്: ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെങ്കിൽ ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. നാം ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, യേശുവിൻ്റെ അടുക്കിലേക്ക് വരണമെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി തരണം. പിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണമെങ്കിൽ പുത്രനിലൂടെ അല്ലാതെ നമുക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല. പിതാവിനെ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് വിളിക്കാൻ സാധ്യമല്ല. യേശുവിനെ കർത്താവും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവും എന്ന് വിളിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമുക്ക് സാധിക്കുകയില്ല. നാം തിരിച്ചറിയണം നാം എത്ര നിസ്സാരരാണെന്ന്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ നമ്മെ ചേർത്ത് പിടിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയില്ലാതെ അവൻ്റെ അടുക്കൽ നിൽക്കുവാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. സ്തുതിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കണം. നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നാം നോയമ്പ് നോക്കുന്നുണ്ടെങ്കിൽ, നാം ഉപവസിക്കുന്നുണ്ടെങ്കിൽ, നാം എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിയണം. നാം സ്വയം അഹങ്കരിച്ച് ഈ വിളിയിൽ നിന്ന് അന്യമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വമെടുക്കട്ടെ. ആമേൻ.